ഗൈസ്, ഇതൊരു പുതിയ സംരംഭമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. കാരണം ഇതൊരു പുതിയ ചാനലും കൂടിയാണ്. ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ട് എനിക്ക്. കാരണം എന്തുകൊണ്ടാണ് മാഡത്തിന്റെ കുറെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല്, പിന്നെ ഞാൻ വളരെ ട്രാൻസ്പാരന്റ് ഉള്ള ആളാണ്, ട്രാൻസ്പാരൻസി കീപ്പ് ചെയ്യുന്ന ആളാണ്. കാരണം എന്റെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിലും അതുപോലെ 1 കോടി ശ്രീകണ്ഠൻ നായർ സാറിന്റെ 1 കോടി എന്നുള്ള ഫ്ലവേഴ്സ് ചാനലിലൊക്കെ എന്റെ പാസ്റ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ലോകം മൊത്തം അറിയാം. ഏകദേശം 1.5 മില്യൺസ് ഒക്കെ പോയിട്ടുള്ളതാണ്. പക്ഷെ പാസ്റ്റിനെ കുറിച്ച് അറിഞ്ഞാലും എല്ലാവർക്കും പ്രസന്റ് എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്റെ ഒരു ഡേ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ചാനലൊന്നും ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരുടെയും സജഷൻസിനെ മാനിച്ചുകൊണ്ട് നമ്മളിപ്പോ ഡേ ഇൻ മൈ ലൈഫും എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും എന്റെ കുറെ കുഞ്ഞു സന്തോഷങ്ങൾ, എനിക്ക് കുഞ്ഞു കാര്യങ്ങൾ കിട്ടിയാൽ മതി സന്തോഷിക്കാൻ. അപ്പൊ എന്റെ എല്ലാവിധ കാര്യങ്ങളും, എന്റെ ഫാമിലി, എന്റെ കുട്ടി, പിന്നെ അതുപോലെ ഹസ്ബൻഡ്, എന്റെ ഹോൾ മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്ങനെ ഞങ്ങളൊരു വലിയൊരു ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലീസ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ ഞാൻ ക്ലിനിക്കിൽ വരുന്നത്, എന്റെ ക്ലിനിക്കിന്റെ സ്റ്റാഫ്സ്, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ്. അപ്പൊ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കണം. എന്താന്ന് വെച്ചാല്, പൊതുവെ ഞാൻ കുറെ കാര്യങ്ങളൊന്നും അങ്ങനെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള, ഞാനൊരു വ്ളോഗർ അല്ല ആക്ച്വലി. നിങ്ങളെല്ലാവർക്കും അറിയാം, ഞാൻ ഇങ്ങനെ ടിപ്സുകൾ ഇങ്ങനെ ഇരുന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ എന്താണ് വ്ളോഗിന്റെ സ്റ്റൈലില് ഹായ് ഗൈസ് എന്നൊക്കെ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ അങ്ങനെയൊക്കെ പറയണമെന്നാണ് എന്റെ സ്റ്റാഫുമാർ പറഞ്ഞത്. അല്ലാണ്ട് വെൽക്കം ടു ബാക്ക് ടു ബാലൻസ് എന്നൊന്നും പറയരുത്, ഇത് നിങ്ങളുടെ പേഴ്സണൽ ചാനലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യം തന്നെ ഉണ്ടാവും. അറിയാമല്ലോ, ഒരു യൂട്യൂബ് ചാനലിൽ പേഴ്സണൽ വ്ളോഗ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് എഫേർട്ട് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ഞാനായിട്ട് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും ഈ ഒരു ചാനല് നിങ്ങൾക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻസി ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റും. അന്നുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പൊ എന്റെ ഒഫീഷ്യൽ ചാനല് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വരുന്ന എന്റെ പേഴ്സണൽ ചാനലും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇന്നേ വരെ എന്റെ ഒഫീഷ്യൽ ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഈ ചാനൽ എന്ത് പേരിടും എന്റെ സ്റ്റാഫ്സ് എല്ലാവരും കൂട്ടം കൂടി ചർച്ചകളായി, ഫാമിലീസ് ചർച്ചകളായി എന്ത് പേരിടും എന്നുള്ളത് അവസാനം ഞാൻ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേരുമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്റെ ഒരു ലോകം എന്ന് പറയുന്നത് തന്നെ എന്റെ സ്റ്റാഫ്, എന്റെ ഫാമിലി, ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം എന്റെ ഒരു ലോകമാണ്. അപ്പൊ ആ ലോകത്തിലോട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ചാനലിന്റെ പേരും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് ഈ ചാനലും. സോ ഡോക്ടർ സറീനാസ് വേൾഡ് എന്നാണ് നമ്മൾ ഈ ചാനലിൽ ഇട്ടിരിക്കുന്ന പേര്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ എടുത്തു വെക്കാം, എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് എഡിറ്റിംഗ് ഒരാളെ വെച്ച് ചെയ്യിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എടുത്താൽ പോലും നിങ്ങൾ എന്റെ ഈ എല്ലാ വീഡിയോയിൽ കാണുക, എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ എല്ലാവരും അറിയുക. കാരണം ഞാൻ എന്നുള്ള വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. യാതൊന്നും ഇതിൽ ആർട്ടിഫിഷ്യൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ കുറിച്ചുള്ള കൂടുതൽ പ്രസന്റ് സിറ്റുവേഷൻസ്, ഫ്യൂച്ചർ സിറ്റുവേഷൻസ്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിനി ഒരു വേൾഡ്, അതായത് എന്റെ വേൾഡിൽ നിങ്ങളെയും കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.